ഹലോ. ഡേറ്റ സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് DBMSലേക്കാണ്. ഓക്കെ, DBMS എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു DBMSൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു എന്ന്. അല്ലേ, എല്ലാവർക്കും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കളക്ഷൻ ഓഫ് ഇൻഫോർമേഷനെ നമ്മൾ ഡാറ്റ എന്ന് പറയാം. അല്ലേ, ഇപ്പോൾ എൻ്റെ പേര് അതൊരു ഇൻഫോർമേഷനാണ്, അതൊരു ഡാറ്റയാണ്. ഒരു ഒരു MP3 ഫയലുണ്ട്, അതൊരു ഡാറ്റയാണ്. ഒരു ടെക്സ്റ്റ് ഫയലുണ്ട്, അതൊരു ഡാറ്റയാണ്. അല്ലേ, അപ്പോൾ നമ്മൾ ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫോർമേഷനെ കളക്ഷനാണ് ഡാറ്റ എന്ന് പറയുന്നത്. അല്ലേ, അത് ഫിഗേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫാക്ട്സുകളാവാം, എന്തും ആവാം. അപ്പോൾ എന്താണ് ഡാറ്റാബേസ്? ഓക്കെ, ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ആ ഇൻഫോർമേഷനെ കളക്ട് ചെയ്ത് വെക്കുക, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? ആ ഇൻഫോർമേഷനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു അല്ലേ, അതിനെ ഒരു ഓർഡർലി മാനറിൽ കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ ഡാറ്റയെ എന്തിനാണ് ഈ ഓർഡർലി മാനറിൽ കളക്ട് ചെയ്ത് വെക്കുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ഓപ്പറേഷൻസ് നടത്താം. നമുക്ക് ഒരു ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഒരു ഡാറ്റനെ നമുക്ക് റിട്രീവ് ചെയ്യാം വെരി ഫാസ്റ്റായിട്ട്. അല്ലേ, അതിനാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയർ ടു റിട്രീവ്, മാനിപ്പുലേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫോർമേഷൻ. അല്ലേ, ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു, അതിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് ഡാറ്റയെ റിട്രീവ് ചെയ്തെടുക്കാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ DBMSൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ്? DBMSന് മെയിനായിട്ട് 3 യൂസറാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അല്ലേ, അതിൽ ഫസ്റ്റ് വൺ എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സ് മീൻസ് ആരാണോ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് അവരാണ് എൻഡ് യൂസേഴ്സ്. അല്ലേ, ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഡാറ്റാബേസ് വിചാരിച്ചോ. അപ്പോൾ അവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ അവർ ആ ഡാറ്റ നോക്കിയിട്ടാണല്ലോ അവിടെ ഒരു മെഡിസിൻ ഉണ്ടോ ഇല്ലയെന്ന് കസ്റ്റമറോട് പറയാം. അപ്പോൾ അവിടുത്തെ സെയിൽസ്മാനോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് എൻഡ് യൂസർ. അല്ലേ, ഇപ്പോൾ ഇപ്പോൾ യൂട്യൂബ് വെച്ചിട്ട് നമുക്ക് വീഡിയോ കാണുന്നുണ്ട്. അല്ലേ, അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ഡാറ്റ സെർവറിൽ പോയിട്ടാണ് നമ്മൾ വീഡിയോ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അവിടെ എൻഡ് യൂസേഴ്സ് നമ്മളാണ്. അപ്പോൾ കാണുന്ന ആൾ ആരാണോ ആ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കുന്നത് അവരാണെന്ത്? ഡാറ്റാബേസിൻ്റെ എൻഡ് യൂസേഴ്സ്. അപ്പോൾ എൻഡ് യൂസേഴ്സിനെ കിട്ടി. നമുക്ക് പിന്നെ എന്താ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അല്ലേ, ഇനി ഇത് ആർക്കൊക്കെ കാണാൻ പാടില്ല എന്ന് സെറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും. ആ ഡാറ്റാബേസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആൾ, അത് ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ. അല്ലേ, അവരാണെന്ത്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുക? അപ്പോൾ ഒരു കോളേജിൻ്റെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ആ കോളേജിൻ്റെ സ്റ്റുഡൻസ് കാണേണ്ട കുറച്ച് ഡാറ്റകളുണ്ടാവും. അല്ലേ, ഇനി അവിടുത്തെ എംപ്ലോയീസ് കാണേണ്ട കുറച്ച് ഡാറ്റകളുണ്ടാവും. അല്ലേ, ഈ എംപ്ലോയീസ് കാണേണ്ട ഡാറ്റകൾ ഇപ്പോൾ നമ്മളെ ഒരു കോളേജിൽ എന്തെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അതുപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും മാനേജ്മെൻറ്റ് മീറ്റിങ്സിൻ്റെ ഫൈൻഡിങ്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻസിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ആരാണോ അറിയിക്കേണ്ടത് അവരെ ലോഗിന് മാത്രം ആക്സസ് കൊടുത്താൽ മതി. അല്ലേ, അത്തരം ആക്സസ് കൊടുക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത്. അത് ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ആൾ, അവരാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇനി ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന ഒരാളുണ്ടാവല്ലോ, ഡാറ്റാബേസ് പ്രോഗ്രാമേഴ്സ് ഉണ്ടാവുമല്ലോ. അല്ലേ, കുറേ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരാണെന്ത്? ഡാറ്റാബേസ് ഡിസൈനേഴ്സ്. കിട്ടിയോ? അപ്പോൾ എൻഡ് യൂസേഴ്സ് ഉണ്ട്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇവരാണ് ഇതിൻ്റെ യൂസേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ യൂസേഴ്സിന് ഒരു രജിസ്ട്രേഷൻ ഫോം കാണില്ല. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളെ നെയിം കൊടുത്തു, കാറ്റഗറി കൊടുത്തു, ഏജ് കൊടുത്തു, അതൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് സാധാരണ ചെയ്യാറ് അല്ലേ. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബോക്സുകളിലുള്ള ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് ബോക്സിലുള്ള ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയറായി നെക്സ്റ്റ് ഒരു ഫോം യൂസേഴ്സിന് കാണും, നെക്സ്റ്റ് യൂസറിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതാണ് ഒരു ഡാറ്റാബേസ് എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെയിം അടിച്ച്, ഏജ് അടിച്ച്, കാറ്റഗറി അടിച്ച് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഫോമിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡാറ്റാബേസിലേക്ക് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പർ സ്റ്റോർ ചെയ്യും, അഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ഇതിൽ ഓരോ ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നെക്സ്റ്റ് ആളുകളെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിൽ ഇപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ കിട്ടി. ഓക്കെ, ഇതാണ് ഒരു ഡാറ്റാബേസ്. ഇനി നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് എവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളെ ഡീറ്റെയിൽസ് കിട്ടണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചൊരു SQL query കൊടുത്താൽ മതി, ജനറൽ കാറ്റഗറിയിലെ ആളുകളെ ഡീറ്റെയിൽസ് മാത്രം കിട്ടുന്ന വിധത്തിൽ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഏജ് ഇപ്പോൾ ഈ ഒരു എക്സാമിന് 25 ഏജാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് 25ൻ്റെ മുകളിലുള്ള ആളുകളെ എന്ത് ചെയ്യണം, ഈ എക്സാമിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഓക്കെ, അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ മാത്രം ഡീറ്റെയിൽസ് എടുത്താൽ മതി. കിട്ടിയോ? അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങും പറയുന്നത്. കിട്ടിയോ? അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡാറ്റനെ ആവശ്യമായിട്ടുള്ള മോഡിൽ നമുക്ക് ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയും അല്ലേ. നമ്മൾ ഏതൊരു കാര്യം ഇപ്പോൾ ഈ ഒരു റീസെൻറ്റ് ടൈമിൽ നോക്കുന്ന സമയത്തും ഈ DBMS വഴിയാണ് ചെയ്യുന്നത് അല്ലേ. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പിന്നെ ട്രാൻസാക്ഷൻ മാനേജ്മെൻ്റ് ഒക്കെ ആയിട്ടില്ല. നിങ്ങൾ ഒരു DBMSൽ ഒരു പാർട്ട് ഓഫ് DBMS തന്നെ ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്. അതായത് നമ്മളെ പൈസ അയക്കുന്ന സമയത്ത് അല്ലേ, ക്യാഷുകൾ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത് ഓൺലൈൻ വഴി. അപ്പോൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി DBMS കൂടുതൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് ഒരേ സമയത്ത് ക്യാഷ് ഒരേ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സീറോ ബാലൻസ് വന്നാൽ എന്ത് സംഭവിക്കും, അങ്ങനെ അത്തരം കാര്യങ്ങളാണ് ആ ട്രാൻസാക്ഷൻ ഇത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറി ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയാണ് ഒരു DBMSൻ്റെ വർക്കിംഗ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വർക്കിംഗ് എങ്ങനെയാണ് DBMS ആർക്കിടെക്ചറായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ആർക്കിടെക്ചർ പറയുന്ന സമയത്ത് നമ്മൾ 3 ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് 1 ടയർ, 2 ടയർ, 3 ടയർ ആർക്കിടെക്ചർ. ഓക്കെ, 1 ടയർ ആർക്കിടെക്ചർ എന്നാൽ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റാബേസും അതിന് വേണ്ട ഒരു അപ്ലിക്കേഷനും സെയിം സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത് പ്രോസസ്സിങ്ങാണ് നമ്മൾ 1 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതെ ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഷോപ്പിൻ്റെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യാം. ഒരു ചെറിയൊരു പലചരക്ക് കടൻ്റെ സോഫ്റ്റ്വെയർ എന്ന് വിചാരിച്ചോ. അവർക്ക് നെറ്റ്വർക്ക് ആക്സസ് ഒന്നുമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ ഗ്രോസറികളൊക്കെ ആദ്യം എൻ്റർ ചെയ്യും അല്ലേ. ഇത്ര ഗ്രോസറികളുണ്ട്, ഈ ഓരോ ടൈപ്പ് ഓഫ് സാധനത്തിനും ഒരു നിശ്ചിത റേറ്റ് അവർ ആദ്യം സെറ്റ് ചെയ്യും അല്ലേ. ഇനി അവിടുന്ന് ആ ഒരു ഐറ്റം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ അവിടെ വാണിംഗ് മെസ്സേജ് വരണം, ഡാറ്റ ഇവിടെ ഇന്ന ഐറ്റം, അതായത് ഇപ്പോൾ ഒരു മുളക് പൊടിൻ്റെ കുറച്ച് 10 പാക്കറ്റ് ഉണ്ട്, മുളക് പൊടിൻ്റെ 10 പാക്കറ്റും അവിടെ കഴിഞ്ഞാൽ
പിന്നെ എന്ത് പറ്റില്ല, ഇനി പിന്നെ 11ാമത്തെ ഒരാൾ ആ സെയിം പാക്കറ്റിന് വരുന്ന സമയത്ത് ഡാറ്റ ഐറ്റം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കണം അല്ലേ. അത്തരം ഡീറ്റെയിൽസുകളൊക്കെ വിത്തിൻ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാം. ഡാറ്റാബേസും ആ സിസ്റ്റത്തിലാണ്, സോഫ്റ്റ്വെയറും ആ സിസ്റ്റത്തിലാണുള്ളത്. ഓക്കെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ആ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സെയിം സിസ്റ്റത്തിൽ നടക്കുന്ന ഡാറ്റാബേസ് ആൻഡ് സിസ്റ്റം കണക്ടിവിറ്റിക്കാണ് നമ്മൾ വൺ ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറൊരു ഡിവൈസിനെയും ഒന്നും ഉൾക്കൊള്ളുന്നില്ല. അതിലാണ് വൺ ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡാണ് ടു ടയർ ആർക്കിടെക്ചർ. ടു ടയർ ആർക്കിടെക്ചർ എന്നാൽ ഒരു ക്ലൈൻറ്റ് സെർവർ മോഡലിനെയാണ് നമ്മൾ ടു ടയർ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൺ ടയർ ആർക്കിടെക്ചറിൻ്റെ ഒരു ഫിഗർ നോക്കിക്കോ. ഒരു വിത്തിൻ സെയിം ഡിവൈസിൻ്റെ ഉള്ളിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അതിൻ്റെ ഒരു ലോക്കൽ ഡാറ്റാബേസും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണെന്ത് വൺ ടയർ ആർക്കിടെക്ചർ. ഇനി ടു ടയർ ആർക്കിടെക്ചർ ആകുമ്പോൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയറിലും ഒരു സിസ്റ്റത്തിലും അതിൻ്റെ ക്ലയൻറ്റ് സൈഡ് വേറൊരു സിസ്റ്റത്തിലും, സെർവർ സൈഡ് വേറെ സിസ്റ്റത്തിലും. അതായത് ഇപ്പോൾ നമ്മൾ ടു ടയർ ആർക്കിടെക്ചറിന് നമ്മൾ പറയുന്നത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നാണ്. ഇവിടെ ക്ലയൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യണമല്ലോ. ഒരു ഷോപ്പിനാണെങ്കിൽ ആ ഷോപ്പിൻ്റെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ റൺ ചെയ്യണം അല്ലേ. ഒരു മെഡിക്കൽ ഷോപ്പാണെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ റൺ ചെയ്യണം. ഓക്കെ, ഇനി ഡാറ്റാബേസ് ഒരു സെർവറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കിട്ടിയോ? ഒരു മെഡിക്കൽ കോളേജ് എന്ന് വിചാരിച്ചോ. ഓക്കെ, മെഡിക്കൽ കോളേജിന് ഒരു 5-6 അതിൻ്റെ കീഴിൽ ഒരു 5-6 മെഡിക്കൽ ഫാർമസികളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫാർമസികളിലുള്ള മെഡിസിൻ ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ സെർവറിലാണ്. ഒരു സിംഗിൾ സെർവർ. ഓക്കെ, സെർവറിലാണ് മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ഒരു 5 ഫാർമസി യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഫാർമസി യൂണിറ്റിൽ നിന്നുള്ള ഡാറ്റകളൊക്കെ ഇവിടുന്ന് റിട്രീവ് ചെയ്തു, ഇയാൾ റിട്രീവ് ചെയ്തു. അതായത് ഇതെടുത്തു. ഒരു കോമൺ ഡാറ്റാബേസ് ഉള്ളത്. അപ്പോൾ ഇയാൾ ഒരു മരുന്ന് എടുത്തെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ മരുന്ന് ഇവിടുന്ന് എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അതായത് അതിൻ്റെ നമ്പർ ഇവിടുന്ന് പറയും. ഇയാൾ ഒരു മരുന്ന് എടുത്താൽ വേറൊരു മരുന്ന് അവിടുന്ന് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അത് ഇവിടുന്ന് എടുത്തത് ഇയാൾ കാണുന്നുണ്ട്. അതായത് നോക്കിയാൽ ഇവിടെ ഒരു സെൻട്രലി ഒരു സെർവറാണ് അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡിവൈസുകളാണ് ആണോ. രണ്ട് ഡിവൈസുകളിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു സെർവർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത്തരം 2 കാറ്റഗറി ഓഫ് 2 ടയറിൽ വർക്ക് ചെയ്യുന്നതിനാണ് ടു ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് 3 ടയർ ആർക്കിടെക്ചർ. അതായത് നമ്മൾ നേരത്തെ എന്താ ചെയ്ത്, ഇവിടെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സെർവർ ഉണ്ടായിരുന്നു അല്ലേ. ക്ലയൻറ്റ് സെർവർ ഇവർ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ 3 ടയർ ആർക്കിടെക്ചറിൽ ഡാറ്റാബേസുമായിട്ട് യാതൊരുവിധ ഡയറക്റ്റ് കണക്ഷനും ഉണ്ടാവില്ല. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ടയർ ഉണ്ടാവും. ഓക്കെ, ഈ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ടയറിലേക്ക് ഡാറ്റ കൊടുക്കും. ആപ്ലിക്കേഷൻ ടയറാണ് എന്ത് കൊടുക്കുന്നത്, സെർവർ അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് ഡാറ്റ അയക്കുന്നത്. എന്ത് ഡാറ്റയാണ് ആവശ്യം അത് എന്ത് ചെയ്യും, സെർവർ നേരെ ആപ്ലിക്കേഷൻ ടയറിൽ കൊടുക്കും. ആപ്ലിക്കേഷൻ ടയറാണ് എന്ത് ചെയ്യുക, ഇത് ആപ്ലിക്കേഷനിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് ഡാറ്റ അയക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലയൻറ്റ് അതായത് യൂസർ കാണുന്ന ആ വിൻഡോനെ നമ്മൾ പ്രസൻറ്റേഷൻ ടയർ എന്ന് പറയും, ഏറ്റവും മുകൾ ഭാഗത്തുള്ള വിൻഡോ. ഓക്കെ, നെക്സ്റ്റ് തൊട്ട് താഴെ ആപ്ലിക്കേഷൻ ടയർ, അതിന് താഴെയാണ് ഡാറ്റാബേസ് ടയർ. ഡാറ്റാബേസ് ടയറിലായിരിക്കും എന്ത് ഉണ്ടാവുക, ഡാറ്റാബേസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ആർക്കിടെക്ചർ വെച്ചിട്ട് നമുക്കൊരു 3 സ്കീമ ആർക്കിടെക്ചർ ഒന്ന് നോക്കണം. ഓക്കെ, അതിന് മുന്നേ ഓക്കെ 3 സ്കീമ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അതുകൂടി നോക്കാം. ഓക്കെ,
അപ്പോൾ എന്താണ് 3 സ്കീമ ആർക്കിടെക്ചർ? ഇവിടെ 3 സ്കീമ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മൾ നേരത്തെ 3 ടയേഴ്സ് ആർക്കിടെക്ചർ പറഞ്ഞു അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടയർ ഉണ്ട്, സെക്കൻഡ് ടയർ ഉണ്ട്, 3 ടയർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഏതൊരു ആർക്കിടെക്ചർ ടയറിലും എങ്ങനെയാണ് ഒരു ഡാറ്റാബേസും യൂസറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 സ്കീമ ആർക്കിടെക്ചർ. അതായത് 3 ലെവലിൽ വെച്ചിട്ടാണ് ഒരു ഡാറ്റാബേസുമായിട്ടും ഒരു യൂസറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ യൂസർ ഒരു സിസ്റ്റം ഇപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി ഒരു ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുക? ഒരു സിസ്റ്റം ഉണ്ടാവും അല്ലേ? ഒരു സിസ്റ്റം ഉണ്ടാവും, ഇവിടെ യൂസർ ഉണ്ടാവും അല്ലേ? യൂസർ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ആരാണ്? ഒരു സിസ്റ്റവുമായിട്ടാണ് അല്ലേ? നമ്മളൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫോമൊക്കെ പറഞ്ഞല്ലോ അല്ലേ? നെയിമുണ്ട് അല്ലേ, ഏജ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ടാവും അല്ലേ? ഇതാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരാണ് എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ഒരു യൂസറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആൾ. ഓക്കെ, അപ്പോൾ യൂസറിൻ്റെ വ്യൂ ആണിത് അല്ലേ? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് യൂസറിൻ്റെ വ്യൂ. ഈ ഒരു ലെവലാണ് ഏറ്റവും ഹയർ മോസ്റ്റ് ലെവൽ. അതായത് ആരാണോ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്, മീൻസ് ആരാണോ ഡാറ്റാബേസിൽ എൻഡ് യൂസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, അവർ കാണുന്ന ഒരു ലെവൽ ഓഫ് സ്കീമുണ്ട് അല്ലേ? ആ ലെവൽ ഓഫ് സ്കീമയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ വരുന്ന സ്കീമ ലെവൽ. മനസ്സിലായിട്ടുണ്ടോ? അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നത്. ഒരു പോയിന്റ് കിട്ടിയില്ല. ഫസ്റ്റ് ലെവലിനപ്പോൾ നമുക്ക് മനസ്സിലായി, യൂസർ ഡാറ്റാബേസ് എൻഡ് യൂസർ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ലെവലുണ്ട്. അവിടെയാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അല്ലേ? നമ്മൾ ഡാറ്റനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എവിടെ? ആ ഒരു എക്സ്റ്റേണൽ ലെവലിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ടോപ്പ് മോസ്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ ലെവലുണ്ട്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ലെവലിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? വ്യൂ ലെവൽ കൂടി പറയുന്നത്. എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ. ഇവിടെയാണ് സിസ്റ്റം വ്യൂ മീൻസ് യൂസറിന് ഒരു ഡാറ്റാബേസിനെ വ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ഡാറ്റ മൊത്തം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഇപ്പോൾ നെയിം ആരൊക്കെ ഇതായി, ഏജ്, അവരൊക്കെ ഏജ് എത്രയാണ്, നമുക്കിതിങ്ങനെ റിട്രീവ് ഡാറ്റാബേസ് വ്യൂ ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ലെവലാണ് ഇപ്പോൾ വ്യൂ ലെവലിൽ നിന്ന് ഡാറ്റ എൻട്രി ചെയ്തു, അല്ലെങ്കിൽ അടുത്തൊരു ലെവലാണ് കൺസെപ്ച്വൽ ലെവൽ. ഓക്കെ, കൺസെപ്ച്വൽ ലെവൽ എന്ന് പറഞ്ഞാൽ അതാണ് ലോജിക്കൽ ലെവൽ. കിട്ടിയോ? കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ലെവൽ. ഓക്കെ, ഇങ്ങനെ ചോദിക്കും, ലോജിക്കൽ ലെവലാണ് ഏത് ലെവലാണ് ചോദിക്കലുണ്ട് കേട്ടോ. കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ലെവൽ. ഓക്കെ, എന്താണ് കൺസെപ്ച്വൽ ലെവൽ? ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ഫോമിൽ എന്ത് ചെയ്ത് ഡാറ്റ ഫില്ല് ചെയ്ത് അല്ലേ? അപ്പോൾ നമ്മൾ നെയിം ഫില്ല് ചെയ്ത്, ഏജ് ഫില്ല് ചെയ്ത്, അവരെ ഫോൺ നമ്പർ ഫില്ല് ചെയ്ത്. ഓക്കെ, ഈ ഡാറ്റയുടെ കൂടെ അതിൻ്റെ ഒക്കെ ഓരോ ഡാറ്റ ടൈപ്പ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ നെയിം അല്ലെങ്കിൽ ഏജ്, ഒരാൾ ഏജിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു, മലപ്പുറം എന്ന് കൊടുത്ത്. ഇങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏജ് ഒരു ഇൻറ്റീജർ വാല്യൂ ആവണം അല്ലേ? ഏജ് ഒരു ഇൻറ്റീജർ വാല്യൂ ആവണം എന്ന് ഓൾറെഡി ഡാറ്റാബേസ് ഡിസൈനേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഇത് നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, ഏജിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, ഓക്കെ, ഫോൺ നമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, ടൈമിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ടോട്ടൽ ഡാറ്റാബേസ് വ്യൂവിനെ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? കൺസെപ്ച്വൽ ലെവൽ. കൺസെപ്ച്വൽ പറഞ്ഞാൽ ടോട്ടൽ ഡാറ്റാബേസ് വ്യൂ ആണ് കൺസെപ്ച്വൽ ലെവൽ. കിട്ടിയോ? ഇനി ഒരു എക്സ്റ്റേണൽ ലെവലുണ്ട്. ഇപ്പോൾ ഇതിനെ സിസ്റ്റം മനസ്സിലാക്കുന്ന ഒരു ലെവലുണ്ടല്ലോ അല്ലേ? ബിറ്റ് ലെവൽ റെപ്രസെൻറ്റേഷൻ അല്ലേ? അതായത് ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഫിസിക്കൽ ലെവൽ വഴിയായിരിക്കും ഡാറ്റാബേസിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ അതിനെ ഇൻറ്റേർണൽ ലെവൽ എന്ന് പറയും. അപ്പം 3 ലെവലാണുള്ളത്, ഫിസിക്കൽ ലെവൽ ഓർ ഇൻറ്റേർണൽ ലെവൽ. ഇത് രണ്ട് ഫിഗർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്.
ഇൻറ്റേർണൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇൻറ്റേർണൽ ലെവലുമാണ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്ച്വൽ ലെവലാണ് ലോജിക്കൽ ലെവൽ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡാറ്റാബേസ് യൂസ് കാണുന്നത്, അതായത് ഡാറ്റാബേസ് എൻഡ് യൂസേഴ്സ് വർക്ക് ചെയ്യുന്നത് വ്യൂ ലെവലാണ്. കിട്ടിയ 3 സ്കീമ ആർക്കിടെക്ചറുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന നമുക്കൊരു ടേമാണ്, ഒരു കൺസെപ്റ്റാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡാറ്റ ഇൻഡിപെൻഡൻസ് അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു 3 സ്കീമ ആർക്കിടെക്ചർ ഉണ്ട്. ഓക്കെ, അതായത് ഈ 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ഓഫ് സ്കീമയിൽ, ഐ മീൻ ഒരു ലെവൽ, ഇപ്പോൾ കൺസെപ്ച്വൽ ലെവൽ ആയിക്കോട്ടെ. ഓക്കെ, ഈ കൺസെപ്ച്വൽ ലെവലിൽ എന്തെങ്കിലും ഒരു ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരാം. ഓക്കെ, ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരാം. ഈ ചേഞ്ച് വരുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ലെവൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ല, അതിനെ അറിയുന്നില്ല. ഓക്കെ, അറിയുന്നില്ല മീൻസ് അതിൽ ഒരു ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ കൺസെപ്ച്വൽ ലെവലിൽ ഇപ്പോൾ നമ്മൾ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു ഡാറ്റാബേസ് ആണ്. ഈ ഡാറ്റാബേസിൽ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ നെയിം ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിലായിരുന്നു എഴുതിയിരുന്നു. ഏജ് ഇൻറ്റിജർ, ഫോൺ നമ്പർ ഇൻറ്റിജറായി. ഓക്കെ, ഇപ്പോൾ ഈ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിൽ ഒരു നെയിം എഴുതുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടറിൽ 20 സ്പേസ് നിർത്താൽ, അതായത് ഇവിടെ ഇപ്പോൾ വിഷ്ണു എന്ന് നമ്മൾ എഴുതാം, നെയിം വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, 1 2 3 4 5 6 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ വിഷ്ണുവിനെ എഴുതിയിട്ടുള്ളത് അല്ലേ. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തേ, ക്യാരക്ടറിലാണ്, ഡാറ്റ ടൈപ്പ് ക്യാരക്ടറിലാണ് കൊടുത്തിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ് ക്യാരക്ടറിൽ കൊടുത്തതാണ്. ഡാറ്റ ടൈപ്പിൽ ഈ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിൽ 20 ബിറ്റ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 20 ബിറ്റ്സ് എഴുതിയാലും 1 ബിറ്റ് എഴുതിയാലും ഇതിന് മെമ്മറി 20 ബിറ്റ് ഇവിടെ എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യും, അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ബിറ്റേ ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള 14 ബിറ്റും അവിടെ വേക്കൻ്റായി കിടക്കും. പക്ഷെ ആ 14 ബിറ്റിനെയും എടുക്കും. ഇങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാർകാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഈ വാർകാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് മാക്സിമം 20 വരെ മാത്രമേ പറ്റുള്ളൂ, വാർകാർ 20. ഓക്കെ, പക്ഷേ എത്രയാണോ ബിറ്റ് നമ്മൾ എടുക്കുന്നത് അത്ര ഡാറ്റ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വാർകാറിലൂടെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. റിട്രീവ് മീൻസ് ഒക്യുപ്പൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്ത സമയത്ത് നെയിം ക്യാരക്ടർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അതിന് ശേഷമാണ് തോന്നിയത് ക്യാരക്ടർ അല്ല വേണ്ടത്, വാർകാറാണെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസിൽ ഇവിടെ ചേഞ്ച് വന്നു അല്ലേ, ഈ കൺസെപ്ച്വൽ ലെവലിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, കൺസെപ്ച്വൽ ലെവലിൽ ചേഞ്ച് വന്നാലും ഇപ്പോൾ ഇവിടെ ഒരു യൂസർ ഉണ്ട്. യൂസർ വ്യൂ വെച്ചിട്ട് ഡാറ്റാബേസിലേക്ക് നെയിം എൻ്റർ ചെയ്യാണ്. ഓക്കെ, അയാൾക്ക് യാതൊരു വിധത്തിൽ ചേഞ്ച് ഡാറ്റാബേസിൽ ഉണ്ടായതായി തോന്നുന്നില്ല. ഡാറ്റാബേസിൽ ഓൾറെഡി ആക്ച്വലി ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, പക്ഷേ നെക്സ്റ്റ് ഹയർ ലെവലിൽ ചേഞ്ച് വന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, അയാൾക്ക് അറിയുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റി ടു ചേഞ്ച് ദി സ്കീമ അറ്റ് വൺ ലെവൽ ഓഫ് ഡാറ്റാബേസ് വിത്തൗട്ട് ഹാവിങ് ചേഞ്ച് ദ സ്കീമ അറ്റ് നെക്സ്റ്റ് ഹൈ ലെവൽ. ഓക്കെ, ഒരു ലെവലിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹൈ ലെവലിൽ അത് ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. ഓക്കെ, വിത്തൗട്ട് ഹാവിങ് ചേഞ്ച് ടു സ്കീം അറ്റ് ദ നെക്സ്റ്റ് ഹൈ ലെവൽ. അതാണ് എന്ത് ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. ഒന്ന് ലോജിക്കൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ കൺസെപ്ച്വൽ ലെവലിലാണ് ചേഞ്ച് വന്നത് അല്ലേ, പക്ഷെ അതിനെ തൊട്ട് ഹയർ ലെവലില്ല, വ്യൂ ലെവലിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അല്ലേ, വിത്തൗട്ട് ഹാവിങ് ടു ചേഞ്ച് ദ സ്കീമ അറ്റ് ദി വ്യൂ ലെവലാണ്. അതിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇനി ഫിസിക്കൽ ലെവലിൽ, അതായത് ബിറ്റ് ലെവലിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ബിറ്റ് ലെവലിൽ എന്തെങ്കിലും ചേഞ്ച്, ഇപ്പോൾ ഒരു ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 16 ബിറ്റാണ് യൂസ് ചെയ്തിരുന്നത്, അതിന് 32 ബിറ്റ് കൊണ്ട് എനിക്ക് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, അതാണ് ഫിസിക്കൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു. അത് എന്ത് ചെയ്യുക, കൺസെപ്ച്വൽ ലെവലിൽ എക്സ്പീരിയൻസ് ചെയ്യൂല. അതിനെയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുന്നത്. അപ്പോൾ നമുക്കതിനൊന്ന് എഴുതി നോക്കാം. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ചേഞ്ച് ദ കൺസെപ്ച്വൽ സ്കീമ വിത്തൗട്ട് ചേഞ്ച് ദി എക്സ്റ്റേണൽ സ്കീമ. ഓക്കെ, ക്യാരക്ടർ വേർക്കെയറായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നോട്ട് എഫക്ട് ചേഞ്ച് ഇൻ വ്യൂവിൽ ഒരു ചേഞ്ച് വരില്ല. വ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലെവൽ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ, അതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി ടു ചേഞ്ച്, എന്താ ഒന്ന് പറഞ്ഞു നോക്കിയാൽ, കപ്പാസിറ്റി ടു ചേഞ്ച് ദി ഫിസിക്കൽ ലെവൽ ഓഫ് ഡാറ്റാബേസ് സ്കീമ വിത്തൗട്ട് ഹാവിങ് ചേഞ്ച് ദി, ഏത് ലെവലാണ്, വിത്തൗട്ട് ഹാവിങ് ചേഞ്ച് ദി ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ. ഇപ്പോൾ 3 ലെവലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്ന് ഫസ്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ. സെക്കൻഡ് വൺ കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ലെവൽ. ഫോർത്ത് വൺ, തേർഡ് ഓർ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെവൽ ഫിസിക്കൽ ഡാറ്റ അല്ലേ, ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനെന്ത് പറയുന്നത്, ഡാറ്റാബേസ് ലെവൽ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലെവൽ. ഓക്കെ, അപ്പോൾ ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുന്ന സമയത്ത് കൺസെപ്ച്വൽ ലെവൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. കൺസെപ്ച്വൽ ലെവൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുമ്പോൾ കൺസെപ്ച്വൽ ലെവലിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ വിത്തൗട്ട് ഹാവിങ് ചേഞ്ച് ഇൻ ദ എക്സ്റ്റേണൽ ലെവൽ. നെക്സ്റ്റ് ഫിസിക്കൽ ലെവൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആയിരുന്നു. ഫിസിക്കൽ കപ്പാസിറ്റി ടു ചേഞ്ച് ദ ഫിസിക്കൽ സ്കീം ഓഫ് ഡാറ്റാബേസ് വിത്തൗട്ട് ഹാവിങ് ചേഞ്ച് ദ കൺസെപ്ച്വൽ ലെവൽ അല്ലേ. അപ്പോൾ ഇതായിരുന്നു ഡാറ്റ ഇൻഡിപെൻഡൻസ് അല്ലേ. ഇനി ചെറിയൊരു പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് ഡാറ്റാബേസ് ഡെവലപ്മെൻറ്റ് ചെയ്ത്, ഫസ്റ്റ് DBMS ഡെവലപ്പ് ചെയ്ത് ചാൾസ് ബാക്ക്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത് എന്തായിരുന്നു, DBMSൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എന്താണ് DBMS, അതിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ് പറഞ്ഞു, എങ്ങനെയാണ് DBMS ആക്ച്വൽ റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ. സിമ്പിൾ DBMS അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ ആർക്കിടെക്ചേഴ്സ് ഏതൊക്കെയാണ്, 1 ടയർ, 2 ടയർ, 3 ടയർ ആർക്കിടെക്ചർ പറഞ്ഞു. 3 ടയർ ആർക്കിടെക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു 3 സ്കീമ ആർക്കിടെക്ചർ കൂടി ഉണ്ടായിരുന്നു അല്ലേ. 3 ടയർ ആർക്കിടെക്ചറുമായിട്ട് കണക്ട് ചെയ്യല്ല, ഏതൊരു ഡാറ്റാബേസ് ആർക്കിടെക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു യൂസർ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 3 സ്കീമ ആർക്കിടെക്ചർ പറഞ്ഞു. അതിൽ 3 ലെവൽ ഓഫ് സ്കീമായിരുന്നു. എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ലെവൽ, ഓർ ഏറ്റവും ഇന്നർ മോസ്റ്റ് ഇൻറ്റേർണൽ ലെവലുണ്ട്, അതിനെ നമ്മൾ ഫിസിക്കൽ ലെവൽ എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ പറയുന്നത് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആയിരുന്നു. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെവലിലേക്ക് അതിനെ ചേഞ്ച് അറിയിക്കാത്തത്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുന്നു. അതിൽ 2 ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. കൺസെപ്ച്വൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അടുത്തത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് പറയാം, ഡാറ്റ മോഡൽസ് പറയാം അല്ലേ. റിലേഷണൽ മോഡലുണ്ട്, പിന്നെ ER മോഡലുണ്ട്, പിന്നെ അതിന് കൂടാതെ വേറെ കുറച്ച് മോഡൽസ് ഉണ്ട്. അതെന്ത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.